രാസലഹരി കേസിൽ യൂട്യൂബർ തൊപ്പി ഒളിവിൽ മുൻകൂർ ജാമ്യം തേടി തൊപ്പി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേസിൽ ഉൾപ്പെട്ട 3 പെൺകുട്ടികളും മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട്. വിവരങ്ങൾ എന്തായാലും തൊപ്പി ഇപ്പോൾ ഒരു കേസിൽ ഒളിവിലാണ് എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നു. ഇതിലിപ്പോൾ മുൻകൂർ ജാമ്യം തേടുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ കേസ്? പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണിത്. കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പാണ് തൊപ്പിയുടെ തമ്മനത്തെ വീട്ടിൽ നിന്നും പോലീസ് രാസലഹരി പിടികൂടിയത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് റെയ്ഡും തുടർന്ന് ഈ തമ്മനം ഗാന്ധി ജയന്തി റോഡിലെ കോച്ചേരി അപ്പാർട്ട്മെന്റിൽ റെയ്ഡ് നടത്തിയത്. തുടർന്ന് രാസലഹരി പിടികൂടിയത്. ഇത് മീഡിയം ക്വാണ്ടിറ്റി എന്ന അളവിലുള്ളതാണ് ഈ രാസലഹരി. തൊപ്പിയുടെ ഡ്രൈവറായിട്ടുള്ള ജാബറിൽ നിന്നും ആണ് ഈ രാസലഹരി പിടികൂടിയതെന്നാണ് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം ഇത് ആദ്യം പാലാരിവട്ടം പോലീസ് കേസെടുത്തത് 3 പേരെയാണ് പ്രതി ചേർത്താണ് കേസെടുത്തത്. മുഹസിബ്, സുഹൈൽ, ജാബിർ ഇവർ 3 പേരും തൊപ്പി എന്ന നിഹാദിന്റെ സുഹൃത്തുക്കളാണ്. മൊത്തം ആകെ ഈ കേസിൽ 8 പേരാണ് ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്നത്. ഇതിൽ 5 തൊപ്പി ഉൾപ്പെടെ നിഹാദ് ഉൾപ്പെടെ മറ്റ് 4 പേരാണ് മൊത്തം 4 പേരാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം തേടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. ഇന്നാണ് ജാമ്യാപേക്ഷ നൽകിയത്. ജാമ്യാപേക്ഷ നാളെ ഈ കോടതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുകയും ചെയ്യും. നിഹാദിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് രാസലഹരി പിടികൂടി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം NDPS നിയമത്തിന്റെ 22B വകുപ്പ് അനുസരിച്ചാണ് പാലാരിവട്ടം പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ഇത് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമാണ്. ഈ കേസ് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ പോലീസ് കേസെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് നിഹാദ് എന്ന തൊപ്പി ഒളിവിൽ പോയത്. ഈ ഒളിവിൽ പോയതിന് പിന്നാലെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തത്. ഏതായാലും ഈ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കും. നടപടിക്രമങ്ങളുടെ ഭാഗമായി പാലാരിവട്ടം പോലീസിനോട് റിപ്പോർട്ട് തേടുകയും ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്യാം, ഈ തൊപ്പി എന്ന നിഹാദിന്റെ 3 സുഹൃത്തുക്കളെ പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതിൽ 3 വനിതാ സുഹൃത്തുക്കളുണ്ട്. ഇവരും ഇപ്പോൾ ഒളിവിലാണ്. ഇവരടക്കമാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ഇതിലിപ്പോ എന്താണ് ഇവർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണുന്നത്? എങ്ങനെയാണ് ഇനിയിപ്പോ നാളെയാണ് കേസ് പരിഗണിക്കുക അല്ലേ? ശ്രുതി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആകെ ഈ കുറ്റകൃത്യത്തിൽ 8 പേർ തൊപ്പി എന്ന നിഹാദ് ഉൾപ്പെടെ 8 പേർ പ്രതികളാണ് എന്നാണ്. 8 പേരാണ് ഇതിൽ പങ്കാളിത്തമുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പാലാരിവട്ടം പോലീസ് കേസെടുത്തത് 3 പേർക്കെതിരെയാണ്. ആ 3 പേർ എന്നത് മുഹസിബ്, സുഹൈൽ, ജാബിർ എന്നിവരാണ്. 5 പേർക്കെതിരെ പോലീസ് നിലവിൽ ഇവരെ പ്രതി ചേർത്തിട്ടില്ല. തൊപ്പി ഉൾപ്പെടെ നിഹാദ് ഉൾപ്പെടെയുള്ള 5 പേരെ പ്രതി ചേർത്തിട്ടില്ല. നിഹാദിന്റെ വീട്ടിൽ, തമ്മനത്തെ വീട്ടിൽ ഈ രാസലഹരി ഉപയോഗിച്ചത് പെൺകുട്ടികൾ ഉൾപ്പെടെ 3 യുവതികൾ ഉൾപ്പെടെയുള്ളവരായിരുന്നു അന്നത്തെ ദിവസം രാസലഹരി ഉപയോഗിച്ചതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ പ്രത്യേക സംഘം തൊപ്പിയുടെ തമ്മനത്തെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും തുടർന്ന് ഈ രാസലഹരി അടക്കം കണ്ടെത്തുകയും ചെയ്തത്. MDMA ആണ് കണ്ടെത്തിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് 3 പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. മറ്റ് 5 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യും എന്നാണ് ഇവർ ഭയപ്പെടുന്നത്. ആ സാഹചര്യത്തിൽ കൂടിയാണ് നിഹാദ് ഉൾപ്പെടെയുള്ളവർ പോലീസിന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തനിക്ക് ഈ കേസുമായി ബന്ധമില്ല, താൻ നിരപരാധിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിഹാദിന്റെ ഡ്രൈവറാണ് ജാബിർ ഈ പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട രാസലഹരിയുടെ സപ്ലയർ ആണ് എന്നൊരു ഗൗരവതരമായ വിവരം കൂടി പോലീസ് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം പാലാരിവട്ടം പോലീസ് ഈ NDPS ആക്ട് അനുസരിച്ച് കേസെടുത്തത്. ഈ നിയമത്തിന്റെ 22B വകുപ്പാണ് ചുമത്തിയത്. ഇത് ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ്. ഉടനടി അറസ്റ്റ് ചെയ്യേണ്ട കുറ്റം കൂടിയാണ്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം കൂടിയാണ് ഈ 3 പ്രതികൾക്കെതിരെ ചുമത്തിയത്. നിഹാദിനെതിരെ ഉൾപ്പെടെ ഈ അടുത്ത ദിവസം തന്നെ പ്രതിയാക്കും എന്നൊരു അത്തരമൊരു നീക്കമാണ് പോലീസ് നടത്തുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് തൊപ്പി എന്ന നിഹാദ് മുൻകൂർ ജാമ്യം തേടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചതും. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത് താൻ നിരപരാധിയാണ്, ഈ സംഭവവുമായി ബന്ധമില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുകയും ചെയ്തത്. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കും. തൊപ്പിക്ക് നേരത്തെ ഒരു ഇഷ്യൂ വന്നത് ഇത് 2-3 തവണയായി തൊപ്പിക്കെതിരെയുള്ള കേസുകൾ വരുന്നത്. ഇത് രാസലഹരി ഉപയോഗിച്ചതിന്റെ കേസ് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ എറണാകുളം സൈഡ് കണ്ടമാനം, മറ്റ് ജില്ലകളില്ല എന്നല്ല പറയുന്നത്, എറണാകുളം സൈഡിൽ ഇത് കൂടുതലായിട്ട്, കാരണം ഏറ്റവും കൂടുതൽ യുവാക്കൾ ഒന്ന് ചേക്കേറുന്ന സ്ഥലമാണല്ലോ. അപ്പം അവിടെ അത് സപ്ലൈ ചെയ്യാൻ എളുപ്പമായതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് എറണാകുളത്ത് കൂടുതലായിട്ട് വരുന്നത്. ബാംഗ്ലൂർ വഴി ആയിരിക്കുമല്ലോ ഇത്. ബാംഗ്ലൂർ വഴി കടന്ന് കോഴിക്കോട് വഴി ഇങ്ങെത്തുവാണല്ലോ. ഇപ്പോൾ ഡ്രൈവർ യൂസ് ചെയ്താണ് പുഴപ്പിക്ക് ഇതിനകത്ത്
പങ്കില്ല എന്നുള്ളത്. നമ്മൾ ഡ്രൈവറിനെയൊക്കെ വെക്കുമ്പോൾ പരിശോധിക്കേണ്ട ഒരു വലിയ ഘടകമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ യൂസ് ചെയ്യുന്ന കാലഘട്ടമാണ്. നമ്മുടെ ഡ്യൂട്ടിയാണ് ഓരോരുത്തരൊക്കെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അവർ ഏത് തരക്കാരാണ് എങ്ങനെയുള്ളതെന്നൊക്കെ നോക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അവർ കാണിച്ചു കൂട്ടുന്നതിൻ്റെ പേരിൽ നമ്മൾ അനുഭവിക്കണം. നമ്മുടെ സുഹൃത്തുക്കൾ ഏത് തരക്കാരാണ്, അല്ലെ നമ്മുടെ കൂടെ കൊണ്ടു കിടക്കുമ്പോഴാണ്. നമ്മുടെ വീട്ടിലവർ വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്ത് വരുന്നുണ്ട്, അത് നമ്മുടെ പല കാര്യങ്ങളും നമ്മുടെ കൂടെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ വല്ല ഏർപ്പാടുകളുണ്ടോ എന്ന് നോക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അവർ പെടുന്ന കൂടെ നമ്മളും പെടും. ശരിയാ, നമുക്ക് ഊരി പോരാ, പക്ഷേ ആദ്യം നമ്മുടെ പേര് വരുമല്ലോ. ഇപ്പം നമ്മളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, അല്ലെങ്കിൽ ആക്ടർ, അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പബ്ലിസിറ്റി നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ABCD, ഇതിൻ്റെ അകത്ത് A ആണ് നമ്മൾ, ബാക്കിയുള്ളവരൊക്കെ സാധാരണക്കാർ. ഒരു ഇഷ്യൂവിൽ PCD ആൾക്കാരെ പിടിച്ചു, ആ കൂടെ Aയും ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് നിങ്ങളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോ അല്ലെന്നുണ്ടെങ്കിൽ സിനിമാ നടനോ രാഷ്ട്രീയക്കാരനാണെന്നുണ്ടെങ്കിൽ A എന്ന് പറയുന്ന വ്യക്തിയെ രാസലഹരി കേസിൽ പിടികൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടേ ഉള്ളൂ മീഡിയാസ് അഡ്രസ്സ് ചെയ്യുള്ളൂ. അവർക്ക് വാർത്ത മുമ്പോട്ട് വെക്കുമ്പോൾ കൂടുതൽ വ്യൂ മറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാവുന്ന ഒരാളുടെ പേര് വെച്ചിട്ടേ കാര്യമുള്ളൂ. പക്ഷെ നമ്മൾ പിന്നീട് പ്രൂവ് ചെയ്യുകയാണ് നമ്മൾ ഓക്കെയാണ്, മെഡിക്കൽ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മദ്യപിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ രാസലഹരി ഉപയോഗിക്കുകയോ കഞ്ചാവ് ഉപയോഗിക്കുകയോ ടെസ്റ്റ് ചെയ്യാൻ അറിയാൻ പറ്റുമല്ലോ. നമ്മുടെ ബോഡിയിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുമല്ലോ. നമ്മളത് പ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ പറഞ്ഞ വാർത്താ ചാനലുകൾ ഇടുവോ, പുള്ളി ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും മീഡിയ ഇടുവോ? എനിക്ക് തോന്നുന്നില്ല ഇടുവോന്ന്. അറിയാനുള്ള വെയിലങ്ങ് അറിയും. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അത്യാവശ്യം സൊസൈറ്റിയിൽ നിൽക്കുന്ന മറ്റുള്ളവരും ശ്രദ്ധിക്കേണ്ടെന്നല്ല പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മളൊരു ഓഡിറ്റ് നടത്തണം. നമ്മുടെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള വലയം, അവരൊക്കെ ഏത് തരക്കാരാണ്, എങ്ങനെയുള്ള നമ്മുടെ കസിൻസ് ആണെ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അമ്മയുടെ അനിയത്തിയുടെ മക്കൾ, അച്ഛൻ്റെ അനിയൻ്റെ മക്കൾ, ഇവരൊക്കെ പല സ്ഥലങ്ങളിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ വർഷങ്ങളായിട്ട് അത് അറിയത്തില്ല. എപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ കുഴപ്പമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. സംഗതി കൊണ്ടെന്നുണ്ടെങ്കിൽ പോലീസ് പൊക്കി കഴിയുമ്പോൾ നമ്മൾ അച്ഛൻ്റെ അനിയൻ്റെ മക്കളാ മാമൻ്റെ മക്കളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിടിക്കുമ്പം നമ്മൾ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ഉണ്ടാവും. പിന്നീട് നമ്മുടെ കോടതിയിൽ ബോധ്യപ്പെടുത്തി നമ്മുടെ ജെന്യൂനിറ്റി പ്രൂവ് ചെയ്ത് വരുമ്പോൾ ഇപ്പം പാവമാണ്, നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, ഒരുത്തരം ഇടില്ല. അല്ല യൂട്യൂബേഴ്സ് ഇട്ടെങ്കിലേ ആയി, നമ്മൾ ഉപയോഗിച്ചില്ല, നമ്മൾ ജെന്യൂനിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ. അല്ലാതെ മീഡിയാസ് ആരും ചെയ്യുമെന്ന് എൻ്റെ അറിവിൽ തോന്നുന്നില്ല. അല്ല പിന്നെ നമ്മൾ മീഡിയയ്ക്ക് പൈസ കൊടുത്ത് പറയണം. കാരണം അവർക്ക് സെൻസേഷൻ വാർത്തയാണ്. ഇലക്ഷൻ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് തൊപ്പി വന്ന് കൈ വന്ന് ചാടിയത്. ഇതിനെക്കുറിച്ചാണ് തൊപ്പി എന്ന് പോകല്ല. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തൊഴിലില്ലായ്മ. അത് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് പണം സമ്പാദിക്കാൻ വേണ്ടി യുവാക്കൾ ഓടുന്നത്. പുറത്തോട്ട് ഓടി രക്ഷപ്പെടാൻ പറ്റാത്തവർ ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുന്നു. അതാണ് അതിൻ്റെ നഗ്നസത്യം. അധികാരികളുടെ ഭാഗത്തുനിന്ന് നല്ല പിഴവുണ്ട്. രഹസ്യ വിവരം അനുസരിച്ചല്ല, അല്ലാതെ ഇവർക്കൊന്നും ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു വലിയ ചോദ്യമല്ലേ. നമുക്ക് നമ്മുടെ ഇത്രയും ആധുനിക ടെക്നോളജി, ഇത്രയും നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ അധികാരികൾക്ക് അത് ഫൈൻഡ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാണ്. തൊപ്പിയുടെ ഭാഗത്തുനിന്ന് തൊപ്പിയുടെ കൂട്ടുകാരാരോ ഒറ്റിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒറ്റ വന്നിട്ട് ചിലപ്പം തൊപ്പി ചിലപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നില്ല തൊപ്പി അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അങ്ങനെ ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. കാരണം ഒരു സൈഡിൽ അറിയുള്ളൂ, മറ്റു സൈഡ് അറിയത്തില്ല. എന്തായാലും ജാമ്യാപേക്ഷ വെച്ചിട്ടുണ്ട്, കിട്ടുമോ ഇല്ല എന്നുള്ള കണ്ടറിയേണ്ട ഒരു മുൻകൂർ ജാമ്യമല്ല, തള്ളിപ്പോവാനും ചിലപ്പോൾ സാധ്യതയുണ്ട്. പെട്ട 10 വർഷമല്ലേ, കഴിവത് ഇതിൽ നിന്ന് വന്ന് ചാടാതിരിക്കാൻ നോക്കുക. നമ്മുടെ വണ്ടി ഒന്നും പഴയ പോലെയൊക്കെ വഴിയെ പോകുന്നുണ്ട് കൊടുത്ത് കൂട്ടുകാരൻ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ എടുത്ത് കൊടുത്തേക്കില്ലേ. പിന്നെ കസിൻസ് വന്ന് ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്നിട്ട് അവരിന്ന് കറങ്ങാൻ സിഗരറ്റ് മേടിക്കാനൊക്കെ പോകുമ്പോൾ എടുത്ത് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. കസിനൊന്നും വേണ്ടിയിട്ട് കാര്യമില്ല, കൂട്ടുകാർ പ്രത്യേകിച്ചും. നമുക്കൊരു 6th സെൻസ് എപ്പോഴും വേണം. നമ്മൾ അല്ലാതായിരിക്കണം. കൂടെ ഇരിക്കുന്നവരുടെ കാര്യത്തിലും നമ്മുടെ കൂടെ പുതിയതായിട്ട് കൂടുന്നവരുടെ കാര്യത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ജോലി സ്ഥലമാണെങ്കിലൊക്കെ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.